മാനസാന്തരത്തിന്റെ പടവുകൾ. ആശ്വാസമേശു, ആശ്രയമേശു, പ്രത്യാശയെന്നേശു. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബോണക്കാട് സ്വദേശി സഞ്ചാര ലഹരിവിരുദ്ധ സുവിശേഷകൻ ഡേവിഡ് എബ്രഹാമിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ആളിയെന്നേശു. 37-ാം വയസ്സിൽ മെനിഞ്ചൈറ്റിസ് രോഗബാധയെ തുടർന്ന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ലഹരിക്കെതിരെയുള്ള ലഹരിവിരുദ്ധ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഭാര്യ ലതയ്ക്കൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളും ജീവിതവും തുടരുകയാണ് ഡേവിഡ് എബ്രഹാം. എൻ്റെ പേര് ഡേവിഡ് എബ്രഹാം എന്നാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതൊക്കെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ കുഗ്രാമത്തിലാണ്. അവിടെ ഒരു എസ്റ്റേറ്റ് മേഖലയാണ്, ബോണക്കാട് എന്ന് പറയും. എൻ്റെ പിതാവും മാതാവും അവിടെ കുടിയേറി പാർത്തവരാണ്. എൻ്റെ മാതാവിൻ്റെ പേര് മേരിയും എൻ്റെ ഫാദറിൻ്റെ പേര് എബ്രഹാമെന്നുമാണ്. ഒത്തിരി സാക്ഷ്യത്തിൻ്റെ സമയബന്ധിതമായ കാര്യങ്ങൾ കണക്കിലെടുത്ത് വളരെ ചുരുക്കത്തിലും വേഗത്തിലുമാണ് നിങ്ങളെ ഈ ടെസ്റ്റിമണി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പായ്ക്കും എൻ്റെ അമ്മയ്ക്കും 8 മക്കളാണ് ഉള്ളത്. അതിൽ 2-3 പേര് മരണപ്പെട്ടു പോയി. എൻ്റെ പപ്പ അകാലത്തിൽ തന്നെ എനിക്ക് 3-3.5 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ലോകം വിട്ട് പുള്ളി മരണവഴിയായി കടന്നിടയായി. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അകാല മൃത്യുവിലേക്കാണ് കടന്നു പോകാൻ ഇടയായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനും എൻ്റെ താഴെയുള്ള എൻ്റെ അനിയനും പെങ്ങളുമൊക്കെ ഞങ്ങളൊരു ചിൽഡ്രൻസ് ഹോം, ഒരു അനാഥശാലയിൽ പഠിക്കുകയുണ്ടായി. തുടർന്ന് ഞാൻ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശത്ത് കുവൈറ്റിൽ പോയി ഒരു ഉപജീവന ജോലി തേടി അവിടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്കൊരു അവസരം തന്നു. അത് ഈ തരുണത്തിൽ വളരെ ഭാഗ്യകരമായ ഒരവസരമാണ് എന്ന് ഉള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാനെന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പേ കുവൈറ്റിൻ്റെ ദേശത്ത് കടന്നുപോയി. എനിക്ക് ഏറ്റവും അവിടെ പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഉപജീവനത്തിലുള്ള വഴി തുറന്നെന്നോ അതിനോടൊപ്പം മറ്റേതെങ്കിലും പല കാര്യങ്ങളുണ്ടായെന്നല്ല, അല്ല, ഏറ്റവും വലിയൊരു കാര്യം ഞാനൊരു പരമ്പരാഗതമായി ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു എങ്കിലും യേശുക്രിസ്തുവിനെ ആഴമായിട്ട് അറിയുകയോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ പിതാവായ ദൈവത്തെക്കുറിച്ചോ ഒന്നും ആഴമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുവൈറ്റിൽ പോയപ്പോൾ എനിക്ക് ദൈവത്തെ, യേശുവിലൂടെ കർത്താവിനെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ടൊരു കൃപ, ഒരു വഴി ദൈവം ഒരുക്കി. അതിലൂടെ ഞാൻ അവിടെ വച്ച് രക്ഷിക്കപ്പെടുവാനും ഒക്കെ ദൈവമായ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാനവിടെ രക്ഷിക്കപ്പെട്ടെന്ന് വഴി അവിടെ തന്നെ മുഴുകൽ സ്നാനം എടുക്കുകയും ആത്മാവ് പ്രാപിച്ച് അവിടെ തന്നെ സുവിശേഷ പ്രവർത്തനമൊക്കെ ചെയ്തു വരികയായിരുന്നു. അവിടെ സമുദായ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരോടും പലവിധ ഭാഷകളിൽ പലവിധ സാഹചര്യങ്ങളിൽ സുവിശേഷം പറയുവാൻ എനിക്ക് ഒത്തിരി അത്യാർത്തിയായി ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ സുവിശേഷം പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള അറബി സഹോദരങ്ങൾ ഇവിടെ ഇനി ഈ സുവിശേഷം കൊണ്ട് ഒരു മത സ്പർദ്ധ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ അവരെന്നെ വളരെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പുറത്താക്കുക മാത്രമല്ല, എന്നെ വാസ്തവത്തിൽ ഈ ഭൂമിയുടെ വരപ്പിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു തരം പെട്ടിരുന്നു. അവരെന്നെക്കൊണ്ട് അവരുടേതായ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ തലവെട്ടിക്കളയാനായിട്ടുള്ള ഒരുക്കത്തിൽ ആയിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അവരിലുള്ള കുറേ മുസ്ലിം സഹോദരങ്ങൾ തന്നെ
എന്നെ അതിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരാനും ഇടയായി. അത് ഞാൻ ചുരുക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്, എങ്കിലും വളരെ കമ്പിവാചത്തിൽ പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കെന്തെന്നില്ലാത്ത കർത്താവിനെ യേശുക്രിസ്തുവിലൂടെ അറിഞ്ഞതിലൂടെ എനിക്ക് എന്തൊക്കെയോ വീണ് കിട്ടിയതുപോലെ എനിക്ക് അനുഭവം ആണ് ആ കുവൈറ്റ് ദേശത്തുണ്ടായത്. കാര്യം എന്നെ ഈ ലോകത്ത് ആരും സ്നേഹിക്കുവാനില്ല, ഞാൻ അനാഥാലയം പഠിച്ചു. അങ്ങനൊരു വലിയ അടിസ്ഥാനപരമായ കാര്യമൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. അതൊക്കെ കാരണം ഈ ദൈവത്തെ അറിഞ്ഞ് ഒത്തിരി ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ അവരുടെ സ്നേഹവും പരിചരണമൊക്കെ ഒരുപാട് എന്നെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി നിൽക്കുവാൻ ഒരുപാട് പ്രേരക ശക്തിയായിട്ട് എനിക്ക് വന്നു. അതിൻ്റെയൊക്കെ പച്ച ഞാൻ ഒടുവിൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. അവിടെ തന്നെ എനിക്ക് 8 മണിക്കൂർ ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയങ്ങളെല്ലാം സുവിശേഷവും പ്രാർത്ഥനയിലുമാണ് ഞാൻ അവിടെ കഴിഞ്ഞു പോയത്. അങ്ങനെ ഞാൻ ഏകദേശം എന്നേക്ക് ചില വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ജോലി അവിടെ രാജിവെച്ചിട്ട് കുമ്പനാട് ഒരു ബൈബിൾ സെമിനാരിൽ പഠിക്കാൻ കടന്നു വന്നു. പഠിച്ച് എക്സാമിൻ്റെ ടൈമായപ്പോൾ വളരെ ചുരുക്കത്തിൽ പറയുവാണ്, എൻ്റെ കയ്യിലൂടെ ഒരു ചെറിയ ഒരു പെയിൻ, ഒരു ഭയങ്കര വേദന അനുഭവിച്ചു. അതൊരു ഷോൾഡർ പെയിനായി. അത് ഹെഡിനെ ബാധിച്ചു. ഹെഡ് ഇഞ്ചുറീസിലേക്ക് പോയി. ചുരുക്കം പറഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ മാരകമായ ഒരു രോഗത്തിന് അടിമയായി ഞാൻ മാറി. മുപ്പത്തിയേഴാം വയസ്സിൽ കാഴ്ച നഷ്ടമായതിനു ശേഷം തുടർ ചികിത്സകൾക്കായി സ്വന്തമായതെല്ലാം നഷ്ടമാക്കി വാടക വീടുകൾ മാറി മാറി സുവിശേഷ ജീവിതയാത്ര തുടരുകയാണ് ഈ ദമ്പതികൾ. രണ്ട് മൂന്ന് മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ ICC യൂണിറ്റിലും ICCC യൂണിറ്റിലും ഒക്കെ മാറി മാറി ഞാൻ മരണവുമായി മല്ലിട്ടുകയായിരുന്നു. ഒടുവിൽ വൈദ്യശാസ്ത്രം ഞങ്ങളുടെ ബന്ധുക്കളോട് എന്നോടൊക്കെ പറഞ്ഞത്, സ്തോത്രം, ഡേവിഡ് നോ അതർ വേ, ഡേവിഡിന് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആ ഒരു ഹോസ്പിറ്റലേഷനിൽ ആ സമയത്ത് അവർ പറഞ്ഞ 6ാമത്തെ ദിവസം അതിരാവിലെ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടൊരു അനുഭവം എനിക്ക് മാത്രമല്ല ആ ICC യൂണിറ്റിലെ എല്ലാ ആരോഗ്യപരമായിട്ട് അവിടെ എന്നെ പരിചരിച്ച എല്ലാ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും അത് അറിയാമായിരുന്നു. ഏകദേശം ഒരു 3 മിനിറ്റ് 2.5 മിനിറ്റോളം എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ അവർ പറഞ്ഞ പോലെ തന്നെ നഷ്ടപ്പെടാനിടയായി. ഒന്ന് പറയട്ടെ പ്രിയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എന്നേക്കുമായി എൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്ന എൻ്റെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ വിട്ടിട്ടില്ല. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തൊക്കെയോ ചില പദ്ധതികൾ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഇപ്പോഴൊക്കെയാണ് ഞാനത് അറിയുന്നത്. എനിക്ക് അപായ സൂചന തന്നുകൊണ്ടിരുന്ന ആ ശബ്ദവും അതുപോലെ തന്നെ വെളിച്ചങ്ങളൊക്കെ പെട്ടെന്ന് നിലയ്ക്കുണ്ടായി. എൻ്റെ ശരീരമൊക്കെ വല്ലാത്ത രീതിയിൽ അവർ എംബാം ചെയ്ത് അല്ലെങ്കിൽ അത് പാക്ക് ചെയ്ത് അയക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്ക് തന്നെ എൻ്റെ ഈ 3 മിനിറ്റ് സമയം എൻ്റെ ശരീരത്തിൽ ബന്ധമില്ലാത്ത ഈ ആത്മാവ് സത്യത്തിൽ അത് ഒരു നിത്യതയിലേക്കാണ് ഞാൻ പോയത്. നിത്യത 2 നിത്യതയുണ്ട്. ഒന്ന് നരകത്തിലെ ഒരു നിത്യതയുണ്ട്, ഒന്ന് സ്വർഗത്തിലെ ഒരു നിത്യതയുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും അറിഞ്ഞാൽ ഞാൻ എവിടെ പോയതൊന്നും ആർക്കും അറിയത്തില്ല. അത് എനിക്കറിയാം. ഇത് അനുഭവിച്ച വേദപുസ്തകത്തിലൊരു ചരിത്രകാരനുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും നല്ലൊരു ദൈവദാസൻ ഈ മരണം വഴിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് എന്ന പേരിൽ നാം വായിച്ചറിയുന്ന ദൈവദാസനാണല്ലോ. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു ചരിത്രമാണ് അവിടെ പറയുന്നത്. ഇന്നേക്ക് 14 സംവത്സരം മുമ്പ് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇന്നേക്ക് 14 സംവത്സരം മുമ്പ് അവൻ പരദീസയോളം എടുക്കപ്പെട്ടു എന്നൊരു സൂചന നമുക്കവിടെ വായിക്കാൻ കഴിയും. ശരീരം കൊണ്ടാണോ, ശരീരത്തോടെയാണോ, അല്ലാതെയോ, ആത്മാവിലാണോ എന്നൊക്കെ തനിക്കറിയാം. പക്ഷേ പോയി എന്ന് തൻ്റെ ശരീരം കൊണ്ട്, അത് ആത്മാവ് കൊണ്ട് തനിക്ക് അറിയാമായിരുന്നു. അത് നമ്മളോട് വിവരിക്കുന്ന ഒരു ചരിത്ര സംഭവം അവിടെ കാണുന്നു. യഥാർത്ഥത്തിൽ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കല്ലേറ് കൊണ്ട് താൻ പാളയത്തിന് പുറത്ത് മരണം വഴിയായി കടന്നുപോയ അനുഭവത്തെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നാണ് ചരിത്രകാരന്മാർ അവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതേപോലെ ഞാനും പോയത് വാസ്തവത്തിൽ നിത്യതയിലൊന്നുമല്ല ഞാൻ പോയത് നരകത്തിലാണ്. ഈ നരകത്തിൽ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരുന്നാൽ ഞാനൊരു നീതിയായിട്ട് ഞാനത് നിങ്ങളോട് സ്തോത്രം നിങ്ങളോട് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു അനീതിയായിരിക്കും. എൻ്റെ അനുഭവം, ഈ കാര്യം മരിച്ചുപോയി, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ശരിയാണ്. എൻ്റെ കാതലായ കാര്യം, ഞാൻ ആ 3 മിനിറ്റ് മരിച്ചിരുന്ന സമയത്ത് എൻ്റെ ആത്മാവ്
ആ കഠോരമായ, ആ അതിഭയാനകമായ, അതിഭയങ്കരമായ നിത്യതയുടെ കവാടത്തിൽ ഞാൻ എത്തപ്പെടുവാനിടയായി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ദൂതന്മാരാണോ ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നെ ആത്മാവിടെ കൊണ്ടുപോകാനിടയായി. പ്രിയമുള്ളവരെ, അവിടെ കൊണ്ടുപോയപ്പോൾ അനേകം ആത്മാക്കൾക്ക് മാത്രമേ അത് കാണുവാൻ കഴിയത്തുള്ളല്ലോ. നരകം നാളിതുവരെ തുറന്നിട്ടില്ല, പക്ഷേ യാതന സ്ഥലം ഉണ്ടെന്നുള്ളത് വളരെ വസ്തുതയാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. യേശു കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് സ്വർഗവും നരകവും ഒക്കെ പ്രത്യക്ഷമായ നിലയിൽ നമുക്കത് അറിയുവാനും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് ഏവർക്കും അറിയാമല്ലോ. എങ്കിലും അബ്രഹാമിൻ്റെ പരദീസ എന്ന് പറഞ്ഞ ആ സ്വർഗവും അതുപോലെ തന്നെ യാതന സ്ഥലവും ധനവാനും ലാസറും പോയ സ്ഥലം നമുക്ക് ലൂക്കോസിന് സുരം 19 നന്നായിട്ട് നമുക്കത് വായിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ പോകാനിടയായത്. അവിടെ പോയപ്പോൾ അവിടെ യാതന അനുഭവിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെ ഞാൻ കാണുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, വാത്സല്യ വേൾഡ് ടു വേൾഡിലെ എൻ്റെ ശ്രോതാക്കളെ, ഇത് അസാധാരണമായൊരു സംഭവമാണ്. എങ്കിലും അനേകം പേർ മരണം വഴിയായി ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് അവരുടെ മരണത്തിലേക്ക് വീണ്ടും വരുന്ന ഒരുപാട് കാര്യങ്ങൾ നാം അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വേദപുസ്തകത്തിലുമുണ്ട്. സ്തോത്രം. അമേരിക്കയിലൊക്കെ സാർവദേശീയ സംഘടനയൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പോയ അനുഭവം, പ്രൈസലോ, ഞാൻ ഇത്രയും സുവിശേഷ പ്രവർത്തനമൊക്കെ കുവൈറ്റിലൊക്കെ ചെയ്തുവെങ്കിലും സ്തോത്രം, എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു അറിവിലേക്ക് ആ നരകത്തിലെ എല്ലാ കാര്യങ്ങളും എന്നെ കാണിക്കുന്നുണ്ട്. അവിടെ ഓരോ ആത്മാക്കൾ അവർ മരിക്കാൻ വേണ്ടി കരയുന്നു. ചിലർ ഈ ദണ്ഡനം എനിക്ക് എന്ന് തീരും, ചിലർ കരയുന്നത് എനിക്ക് എന്ന് എവിടെ നിന്ന് ഈ രക്ഷപ്പെടുവാൻ കഴിയും. പക്ഷേ അവിടെ ഞാൻ കണ്ടത്, സ്തോത്ര പ്രിയമുള്ളവരെ, അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ, അവിടെ നിന്നൊരു മരണം വഴി കടന്നു പോകാനോ ഏതെങ്കിലും നിലയിൽ അവരുടെ ശിക്ഷകൾക്ക് ഒരു ശമനം വരുവാനോ ഒരിക്കലും കഴിയാത്തൊരു അനുഭവം ഞാൻ കാണുവാനിടയായി. അലമുറയിട്ട് കരയുന്ന, അട്ടഹസി ചിരിക്കുന്ന, ഈ ലോകത്തിൽ തീ എന്നുമല്ല, ഈ ലോകത്തിൽ കത്തുന്ന തീയോ ഈ ലോകത്തിലെ ശബ്ദങ്ങളോ ഒന്നുമല്ല. അവിടെ നമുക്ക് ഈ ലോകത്തിൽ വന്ന് വിവിധ ഭാഷകൾ കൊണ്ടോ ഏതെങ്കിലും ചേഷ്ടകൾ കൊണ്ടോ ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും മാനുഷികമായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തലങ്ങളിലോ ഒന്നും വിവരിക്കാനായിട്ട് കഴിയാത്ത ഒരു വലിയ അന്ധകാരവുമാണോ ഈ ഏതെങ്കിലും നിലയിലുള്ള വിരൂപമായ ആ ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്കത് പറയാൻ കഴിയത്തില്ല. അത് വർണ്ണിക്കുവാൻ കഴിയുന്നതിലുപരിയായിട്ട് ഉള്ള ഒരു അനുഭവമായിരുന്നു അവിടെ ഞാൻ കണ്ടത്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്നെ ഇതിൽ നിന്ന്, കർത്താവേ, എന്നെ മോചിച്ച് എൻ്റെ ശാരീരമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയാൽ ഞാൻ ഈ സാക്ഷ്യം അനേകം പേരോട് പറയും, കർത്താവിനായി അധികമായി ജീവിക്കാൻ ഞാൻ തീരുമാനം എടുക്കുന്നൊക്കെ ദൈവവുമായിട്ട് ഞാൻ പറഞ്ഞു. അവിടെ വെളിപ്പാട് പുസ്തകത്തിലും സുവിശേഷങ്ങളിലുമൊക്കെ പറയുന്നത് പോലെ തന്നെ, സ്തോത്രം, അവിടെ ചാകാത്ത പുഴു, കെടാത്ത അഗ്നി, ആ ഒരു നിലയിലുള്ള ഒരു വലിയ കാഴ്ച എനിക്കവിടെ കാണുവാനിടയായി. സ്തോത്രം. അവിടെ നമ്മുടെ കൈയുടെ പത്തിവിരലിൻ്റെ അറ്റത്തിരിക്കുന്ന ഈ വിരലിൻ്റെ വണ്ണമുള്ള ഏകദേശം 1 അടി നീളത്തോളം വരുന്ന പാമ്പാണോ എന്നറിയാൻ പാമ്പാണോ പുഴുവാണോ എന്നും അറിയത്തില്ല. ഇങ്ങനെ ഓരോ ആത്മശരീരത്തിൽ വരിഞ്ഞ് മുറുകി ഓരോരുത്തരെയും ഇങ്ങനെ അവരെ കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുക. അതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ കൊണ്ട് അവർ വല്ലാത്ത വ്യാവലാതി പൂണ്ട് അവരൊരു എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള നിലയിൽ അങ്ങനെ അവരെ ആക്രോശിക്കുക. അവരെ നിയന്ത്രിക്കുന്ന സത്വം, ഒരു നടുക്കൊരു സത്വം ഇരുന്ന് അവരെ നിയന്ത്രിക്കുന്നു. നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രോശിച്ച് അവരെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവമൊക്കെ ഞാൻ കാണുവാനിടയായി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സ്തോത്രം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്തോത്രം, ഒരു കഥയായിട്ടല്ല, ഒരു ഉപമയായിട്ടല്ല ലൂക്കോസിൻ്റെ സുവിശേഷം 19 യേശു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്തോത്രം, ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു, ലാസർ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അതെ, ലാസർ മരിച്ചു, അവൻ അബ്രഹാമിൻ്റെ മടിയിലേക്കും. അതുപോലെ തന്നെ ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, അവൻ നിത്യമായ യാതന സ്ഥലത്ത് അവൻ പോകാനിടയായി. ഈ നിത്യനരകത്തിന് മുമ്പേ ഒരു ശിക്ഷാ നിർണ്ണയിക്കം വരുത്തുന്ന ഒരു ജയിലറ പോലെ, ഒരു പ്രിസൺ പോലെയുള്ള ഒരു സ്ഥലമാണല്ലോ യാതന സ്ഥലം. അവിടെ കിടന്നുകൊണ്ട് ഈ ധനവാൻ യാചിക്കുന്നു, ലാസർ എൻ്റെ വിരലിൻ്റെ അറ്റം മുക്കി ശമിപ്പിക്കുവാൻ ലാസറിനെ എന്നെ ഒന്നിങ്ങോട്ട് പറഞ്ഞു വിടണമേ എന്ന് അബ്രഹാം പിതാവായ ദൈവത്തോട്, സ്തോത്രം. അന്ന് അങ്ങനെയാണ് അബ്രഹാം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ, സ്തോത്രം, പരദീസ എന്ന് നമുക്കറിയാൻ പറ്റും. അവിടെ താനിങ്ങനെ യാചിക്കുമ്പോൾ യഹോവയായി ദൈവം തന്നോട് പറയുന്നത്, എനിക്കോ നിനക്കോ അവിടുന്ന് ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും ആർക്കും ചെല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ ജീവിച്ചിരുന്നപ്പോൾ തിന്മയും ലാസർ ജീവിച്ചിരുമ്പോൾ നന്മയും അനുഭവിച്ചു. അതുകൊണ്ട്
ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതേ സംഭവം ഞാൻ അവിടെ എൻ്റെ ആത്മാവ് ഞാൻ ഓർക്കുകയുണ്ട്. ഞാൻ പല ആവർത്തി ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 16-19 മുതൽ ഏകദേശം 20-26 വാക്യം വരെ ഞാൻ പല ആവർത്തി ഞാൻ കുവൈറ്റിൽ വെച്ച് വായിക്കുകയുണ്ടായിട്ടുള്ള ഭാഗമാണ്. സ്തോത്രം. അത് കഴിഞ്ഞ് വെച്ച് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ 5 സഹോദരങ്ങളുണ്ട്. ഞാനീ അനുഭവിക്കുന്ന നിത്യദണ്ഡനം അനുഭവിക്കാതിരിക്കേണ്ടതിന് അയ്യോ അബ്രഹാം പിതാവേ, എൻ്റെ ഈ സഹോദരങ്ങൾ വരാതിരിക്കേണ്ട ലാസറിനെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞയച്ച് ഈ യാതന സ്ഥലത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കണമേ എന്ന് യാചിച്ചു പറയുക. അപ്പോഴും അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരെ ഞാനവിടെ ആക്കിയിട്ടുണ്ട്. ഇനി ലാസർ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞെന്ന് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, എനിക്കിത് പറയാനായിട്ട് ഞാനിപ്പോൾ വെമ്പൽ കൊള്ളുന്നത്, സ്തോത്രം, വിശുദ്ധ വേദപുസ്തകം അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിനതൊക്കെ വണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും യേശുക്രിസ്തുവിന് മുമ്പാകെ വെളിപ്പെടും എന്നുള്ളത് സത്യമാണ്. മരണാനന്തരത്തിന് ശേഷമുള്ള ക്രിയകൾക്കോ ഏതെങ്കിലും നേർച്ചകൾക്കോ ഏതെങ്കിലും സ്തോത്രം ജപങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾക്കോ യാതൊരു കാര്യവുമില്ല. അതെല്ലാം വിഫലമാണ് എന്നുള്ള ഭാഗമാണ് ഇവിടെ തെളിയിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒത്തിരി തീരുമാനമെടുത്തു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഈ 3 മിനിറ്റുകൾക്കുള്ളേ എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ഡെഡ് ബോഡിയായി കിടന്ന ആ മെഡിക്കൽ കോളേജിനുള്ളിൽ അതേ സ്തോത്രം എൻ്റെ ദൈവം അതെ ആഭവിക്കുവാനിടയായി. അവിടെ നിന്ന് നേഴ്സുമാർ ഡോക്ടേഴ്സ് എല്ലാം വളരെ അസാധാരണമായ സംഭവം. ഇപ്പോഴും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എൻ്റെ റിപ്പോർട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അസാധാരണമായ സംഭവമാണ്. ഇന്നേക്കിത് നടന്നിട്ട് 15 വർഷത്തോളമായി പ്രിയമുള്ളവർ എൻ്റെ സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. വളർക്കലും ഭയങ്കര അതിശയമായി. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എൻ്റെ ജീവൻ ശരീരത്തിൽ വന്നപ്പോൾ മിസ്റ്റർ ഡേവിഡ് എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ സ്തോത്രം എനിക്ക് അപായ സൂചന നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ലൈറ്റുകളും അതുപോലെ തന്നെ സൗണ്ടും എല്ലാം നോർമലായി കേൾക്കുവാനും അത് പ്രകാശിക്കാനും തുടങ്ങി. അവർക്കൊക്കെ വളരെ സന്തോഷമായി. അവർ അറിയിച്ചതുപോലെ ഡേവിഡ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആരോഗ്യവകുപ്പ് പറയുണ്ടായി. അതിനുശേഷം വളരെ അത്ഭുതാവഹമായി സ്തോത്രം എന്ന് പറയാം, എന്നെ അവർ വിളിക്കുമ്പോൾ ഞാൻ അവർ വിളിക്കുന്ന സൈറ്റിലല്ല നോക്കുന്നത്, വേറൊരു ദിശ മാറിയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായത് എനിക്ക് എന്നേക്കുമായി എൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ വേൾഡ് ടു വേൾഡ് ചാനലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ 100% കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ്. വിമുക്തി എൻഡൈം ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന സംഘടനയിലൂടെ ദൈവം തങ്ങൾക്ക് നൽകിയ ദർശന സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഡേവിഡ് എബ്രഹാം ഭാര്യ ലതയും. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിരന്തരമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുകയാണ് ഈ ദമ്പതികൾ. എന്നെ കാണുമ്പോൾ അത് പക്ഷേ പറയത്തില്ലായിരിക്കാം. സ്തോത്രം. അവിടെ വെച്ച് പൂർണ്ണമായിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ദൈവം മാറ്റി. ഇപ്പോൾ ഞാൻ പൗലോസിൻ്റെ വാക്ക് കടമെടുത്ത് ഞാൻ നിങ്ങളോട് പറയുക, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് ഇന്നും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങളോട് പറയുന്നു. ഞാൻ പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ കാരണമായി എന്ന് സ്തോത്രം നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-12 വാക്യം ഞാൻ ഈ സ്തോത്രം നിങ്ങളോട് ഉരുവിടുന്നത്. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നന്മയ്ക്കാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഭാഗ്യവശാൽ ഞാൻ അന്ന് തൊട്ട് സ്തോത്രം കർത്താവിനോട് ഒത്തിരി പ്രയോജനപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞെങ്കിലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലായ്മ എനിക്ക് വളരെ എന്നെ വേദനിപ്പിക്കുകയുണ്ടായി. ഞാൻ വിശ്വാസത്തിൽ വന്നുവെങ്കിലും ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചുവെങ്കിലും ഞാൻ അങ്ങനെ റീസെൻ്റ്ലി ബ്ലൈൻഡ് ആയതുകൊണ്ട് എൻ്റെ ജീവിതം വേണ്ട എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എനിക്ക് ജീവിതം വേണ്ട. കാര്യം അത് പറയാനായിട്ട് കാരണം എന്നെ സഹായിക്കാം, എന്നെ ജീവിതത്തിലേക്ക് മടക്കി ദൈവം കൊണ്ടുവന്നപ്പോൾ എന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ശാരീരികമായ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് എൻ്റെ വീട്ടുകാരെന്നെ കൈവിട്ടു, എന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരനെ കൈവിട്ടു, എന്നെ സ്നേഹിക്കുന്ന എല്ലാ രക്തബന്ധങ്ങളും ഞാൻ ഒറ്റപ്പെട്ട നിലയിലേക്ക് വന്നപ്പോൾ എനിക്കിനി ജീവിതം വേണ്ട എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് പാവം ദൈവദാസന്മാർ എന്നെ കാണുവാൻ സ്തോത്രം ഞാനായിരുന്ന റൂമിൽ കടന്നു വന്നു. മരിക്കാൻ പോലും ആരും എന്നെ സമ്മതിക്കുന്നില്ലോ എന്നുള്ള ഭാരത്തോടെ ഞാൻ ആയിരുന്നപ്പോൾ അവരെ നിർബന്ധമായിട്ട് എന്നെ ഒരു ചർച്ചയിൽ വിളിച്ചുകൊണ്ട് പോയി അവിടെ എൻ്റെ ഒരു മെസ്സേജ് പറയിപ്പിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തത് വഴി അവിടെ ആ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു സഹോദരി കുഞ്ഞുമോൾ എന്നെ സഹായിക്കാമെന്നും എൻ്റെ ഒരു ജീവിത സഖിയായി കൂടെ വരാമെന്നും എന്നോട് വാക്കു പറയും. അതിനുശേഷം ഞാൻ വളരെ ചുരുക്കത്തിൽ എൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എങ്കിലും സമയബന്ധമായി പറഞ്ഞു തീർക്കണമല്ലോ. അന്ന് ഞങ്ങളൊരു ചെറിയ സ്ട്രേഞ്ചർ ബോക്സ് എടുത്ത് ട്രെയിനിലും ബസ്സിലും അതെ
കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങളിങ്ങനെ ലഹരി വിരുദ്ധ സുവിശേഷ സന്ദേശമായി ഞങ്ങൾ പലയിടത്തും ഞങ്ങൾ പോകുമായിരുന്നു. ഞാനെപ്പോഴും ആ സമയത്തൊക്കെ സ്തോത്രം ഒരു ഭ്രാന്തനെ പോലെ എനിക്ക് ആ നരകത്തിലെ കാഴ്ച കണ്ടതിന് ശേഷം പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ടായിട്ടാണെങ്കിൽ ഞാൻ മാറിയിട്ടുണ്ട്. ഭയന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടായത്. പിന്നെ ഞാൻ ഉള്ളവനായിട്ട് ബോധത്തിലേക്ക് വന്നു. അനേകം പേരോട് സൂചന പറഞ്ഞു, അനേകം പേര് രക്ഷിക്കപ്പെടാനൊക്കെ ഇടയായി. പിന്നീട് എൻ്റെ കണ്ണുനീരൊക്കെ എനിക്കൊരു കാറ് ലഭിച്ചുവെങ്കിൽ എൻ്റെ ഈ ചെറിയ ബോക്സും കൊണ്ട് എനിക്ക് 100% കാഴ്ചയില്ല. എൻ്റെ സഹധർമ്മിണി കുഞ്ഞുമൊക്കെ ഏകദേശം 10-14 വകഭേദത്തിലുള്ള അസുഖമുണ്ട്. ബാക്ക് പെയിനാണ്, അതുപോലെ തന്നെ ബാക്കിൽ ഡിസ്ക് ഒടിഞ്ഞു പോയി കംപ്ലൈൻ്റ് ഉള്ളതാണ്. കാഴ്ചയും പുള്ളിക്കാരത്തേക്ക് അല്പം കുറവുണ്ട്. ശാരീരികമായിട്ട് ഒത്തിരി നീരും സ്വെല്ലിങ്ങൊക്കെ ഉള്ളതാണ്. അപ്പം എനിക്കൊരു പരസഹായം, ചെറുതായിട്ടൊരു പരസഹായം എനിക്ക് കിട്ടുന്നുള്ളൂ. ഇതൊക്കെ കണക്കിലെടുത്ത് ദൈവം ഞങ്ങൾക്കൊരു പഴയ കാർ തന്നു. അത് പൊടുന്നതിനെ തന്നെ ഞങ്ങളത് വിറ്റ് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വേറൊരു സ്തോത്രം ഒരു വണ്ടി, ഒരു ലോറി മോഡൽ ഒരു വണ്ടി എടുക്കാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. സ്തോത്രം. അത് വെച്ചിട്ട് ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിൽ ഞങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം അറിയിക്കാൻ ഇത്രത്തോളം ആവശ്യത്തോടെ അറിയിക്കാനായിട്ട് കാരണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട സർക്കാരുകൾ ചേർന്ന് എനിക്ക് ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. കേരള സർക്കാർ എക്സൈസ് വിഭാഗം വിമുക്തി മിഷൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശം പറയാനായിട്ട് അവരെനിക്ക് മൈക്ക് പെർമിഷനോടൊപ്പം സ്കൂള്, കോളേജ്, എല്ലാ പ്രാന്തപ്രദേശങ്ങളും പറയുവാനായിട്ട് എനിക്ക് അതിലൊരു റിപ്പോർട്ട്, എനിക്ക് കേരള സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ ഒരു കളക്ടർ, ട്രിവാൻഡ്രം കളക്ടർ എനിക്ക് സുവിശേഷം, അതിനോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ സുവിശേഷം പറയാനുള്ള ആജീവനാന്ത മൈക്ക് പെർമിഷൻ എനിക്ക് തരുവാനായിട്ടിടയായി. ഞാനിപ്പോൾ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ പോയാൽ അവിടുത്തെ പോലീസ് മേധാവി, സൂപ്രണ്ട് ഓഫ് പോലീസിനെ വിളിച്ചെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ലഹരി വിരുദ്ധ വിമുക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ഇതര ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ സംയുക്തമായിട്ട് നടത്തുന്ന മീറ്റിംഗാണെന്ന് പറയുകയും അവർ സ്ഥലം തദ്ദേശ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തന്നു. അങ്ങനെ 14 ജില്ലകളിൽ വളരെ സുവ്യക്തമായി സുവിശേഷം പറയാനൊരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിക്കേട്ടൊക്കെ ഒരുപാട് കരയുകയും ഓസിക്കുകയും ചെയ്ത വഴി എനിക്ക് അടുത്ത കാലത്ത് ഒരു വാഹനം ലഭിക്കാനിടയായി, കുറേ സ്പീക്കർ ലഭിക്കാനിടയായി. ഇതെല്ലാം സ്തോത്രം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് സ്തോത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള എൻ്റെ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് സ്തോത്രം എനിക്കെൻ്റെ അസുഖമൊക്കെ വന്നപ്പോൾ എനിക്കെൻ്റെ സ്വന്തം വീടും ഇതെല്ലാം വിറ്റ് സ്തോത്രം എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പണം ഞാൻ ചെലവഴിച്ചു. സ്തോത്രം. അതുപോലെ തന്നെ എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ബാക്കി പൈസ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് ഒരു ദരിദ്രനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യാചിക്കുന്നതിനായിട്ടല്ല. എൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി സ്തോത്രം ഈ പരിമിതമായ അവസ്ഥയിൽ സ്തോത്രം ബലഹീനായ അടിയൻ സ്തോത്രം ഈ കാഴ്ചയൊക്കെ ദൈവാത്മാവിനെ കാണാൻ എനിക്ക് ഒരിക്കലും വീട്ടിലിരിക്കുക, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച സ്തോത്രം ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരിക്കുവാനോ ഭാഗ്യക്കുറി വിൽക്കുവാനോ ലോട്ടറി വിൽക്കുവാനോ സ്തോത്രം ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് സുവിശേഷ വേല ചെയ്യുന്ന വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ഇന്നേക്ക് 100 കണക്കിന് പേരെ സ്തോത്രം ലഹരിയിൽ നിന്നും സ്തോത്രം അതുപോലെ തന്നെ പാപത്തിൽ നിന്നൊക്കെ ഞാൻ ഓരോ രക്ഷിച്ച് ഓരോ സഭയോട് കൂടെയും DADC സെൻറ്ററിലൊക്കെ ഞാൻ ചേർത്തുകൊണ്ടേയിരിക്കുന്നു. എറണാകുളത്തുള്ള ഫെയ്ത്ത് സിറ്റി എന്ന് പറയുന്ന ഒരു സ്തോത്രം മരിച്ചുപോയ ബേബി പാസ്റ്റർ, അവിടെ ഞാൻ ഒരുപാട് സ്തോത്രം വേറെ ഞാൻ DADC സെൻറ്ററിൽ അവിടെ ആക്കുന്നുണ്ട്. തിരുവല്ല അനാംസിൽ കൊണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിക്കപ്പെടുന്ന സഭയിൽ ചേർക്കും. ഇങ്ങനെയുള്ള പ്രവർത്തനം ഞാൻ ചെയ്തു വരികയാണ്. സ്തോത്രം. എനിക്ക് സ്തോത്രം എനിക്ക് വീടും 1 സെൻറ്റ് സ്ഥലവും ഇല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ഈ 15 വർഷം കൊണ്ട് ഏകദേശം ഒരു 10-13 വീട് ഞാൻ താമസിച്ചു. സ്തോത്രം. മാറി താമസിക്കുന്നു. ഈ ബ്ലൈൻഡ് ആയത് കാരണം എനിക്ക് അങ്ങനെ ആരും വീട് തരത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ വീട് സ്തോത്രം അങ്ങനെ ഒരു ഇതിലല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു വീട് ചോദിക്കുമ്പോൾ ഈ ബ്ലൈൻഡാണ്, ഇദ്ദേഹത്തിന് കൊടുത്താൽ കറക്റ്റായിട്ട് പൈസ തരും. എന്നാൽ കാഴ്ചയുള്ളവരെക്കാൾ അവർ പറയുന്ന പൈസ എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ എന്നോട് പൈസ വാങ്ങാറില്ല, എനിക്ക് റെൻറ്റ് വേണ്ടാന്ന് പറയും. പക്ഷേ അവർ മറുപുറത്ത് ഈ പുള്ളി കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങ് സ്ഥാപിച്ച് കളയുമോ, ഇവിടെ ഞങ്ങളിനി ഇറക്കി വിടുമ്പോൾ ഇറങ്ങിപ്പോകാതിരിക്കുമെന്ന് ഭയന്ന് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ തന്നെ പലരും എന്നെ ഇറക്കി വിടാറുണ്ട്. പറയും വളരെ വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. സ്തോത്രം. എനിക്ക് വീടിനോ ഈ ലോകത്ത് ഒന്നിനും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാൻ കാരണം മറ്റുള്ളവരെ ഭാരപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമാണ്. സ്തോത്രം. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ വീട് 1 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊരു 6000-7000 രൂപ റെൻറ്റ് കൊടുക്കേണ്ടതാണ്. ശരി, 2000 രൂപ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അവർ 5 മാസം മാത്രമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാൻ എവിടെ പോയി പാർത്തി കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 1 സെൻറ്റ് സ്ഥലമോ ഒരു വീടോ
ഒക്കെ എനിക്കൊന്നുമില്ല. ഞാനിതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്ന കർത്താവിനില്ല നന്നായിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ എനിക്കുള്ള ഒരു വെല്ലുവിളി, ഒരു സ്ഥലത്ത് തന്നെ പാർപ്പിക്കുമ്പോൾ അവർ പലതും എന്നെ തെറ്റിദ്ധരിക്കും. ഈ പുള്ളി ഇനി സ്തോത്രം ഈ ബ്ലൈൻഡ് ആയതുകൊണ്ട് പുള്ളിക്ക് സ്വന്തമായിട്ട് ബാങ്ക് ബാലൻസോ മറ്റു ഭൂമിയോ മറ്റ് ജംഗമ വസ്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പുള്ളി ഇറക്കി നമ്മൾ വിടുമ്പോൾ പോകാതെ വല്ല ഇരിക്കുമെന്ന് ഭയന്ന് ആരും എനിക്ക് വീട് തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ ചാനലിനെ കേൾക്കുന്ന പേര് ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു വീട് ലഭിക്കപ്പെടണം. സ്തോത്രം. നിരവധിയായ പരസ്യ യോഗങ്ങളും മുറ്റത്തെ കൺവെൻഷനുകളും ക്രമീകരിച്ചുകൊണ്ട് അനേക ഇടങ്ങളിലേക്ക് ഈ ദമ്പതികൾ ലഹരിവിരുദ്ധ സുവിശേഷ യാത്രകളുമായി മുമ്പോട്ട് പോകുകയാണ്. പരിപൂർണമായ അന്ധത കണ്ണുകളെ മൂടിയിട്ടും അകക്കണ്ണിൽ തെളിഞ്ഞു കത്തുന്ന ക്രിസ്തു വിശ്വാസത്തിൻ്റെ പൊൻവെളിച്ചത്തിൽ തൻ്റെ വിളിക്കും തിരഞ്ഞെടുപ്പിനും അനുസൃതമായി സുവിശേഷത്തിൻ്റെ വയലുകളിൽ വേല ചെയ്യുന്ന ഡേവിഡ് എബ്രഹാമിന് തുണയായി ഭാര്യ ലതയും അനുനിമിഷം കൂടെയുണ്ട്. കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലത്ത് നിന്നുകൊണ്ട് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഈ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേര് ആണ് ഈ വിമുക്തി എൻ്റെയും ഗോസ്പൽ മിനിസ്ട്രിയിൽ ഞങ്ങൾ ഈ പ്രവർത്തനം 14 ജില്ലകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി അനേക സ്ഥലങ്ങളിൽ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആദിവാസി മേഖലയാണ്. വയനാടൻ ദേശങ്ങളിലൊക്കെ സ്തോത്രം ഞങ്ങൾ ഈ കുഗ്രാമങ്ങളുടെ ഉള്ളിൽ കയറി ഒക്കെ ഞങ്ങളിങ്ങനെ ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു. അനേകം പേര് രക്ഷിക്കപ്പെട്ടു, അനേകം പേര് ലഹരിയിൽ നിന്നൊക്കെ അവർ വിടുവിച്ച് വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ മുറ്റം കൺവെൻഷൻ നടത്തുന്നു, അങ്ങനെ ട്രാക്റ്റ് വിതരണം ഇതെല്ലാം ഞങ്ങൾ ചെയ്തു വരുന്നു. ദൈവങ്ങൾ ദയവായി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇനിയും കുറച്ച് സ്പീക്കർ ആവശ്യമാണ്, ഞങ്ങൾക്ക് നല്ലൊരു കീബോർഡിൻ്റെ ആവശ്യമാണ്, ഞങ്ങൾക്ക് നല്ലൊരു ജനറേറ്റർ വേണം. അതുപോലെ തന്നെ ഞങ്ങൾ ഇച്ചിരി നല്ലൊരു വാഹനവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇത് ഓരോരുത്തർ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങൾക്ക് ഒരുപക്ഷെ പോകാൻ പറ്റാത്ത മേഖല ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഞങ്ങളെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഞങ്ങൾക്ക് വേണ്ടി സഹായവരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കണ്ണ് കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സഹായവരം. ഞാൻ കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാനത് ആവശ്യപ്പെടത്തില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പറ്റുമെങ്കിൽ ആർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആഗ്രഹത്തോടെ ഇരിക്കും. ഞങ്ങൾക്ക് ചെയ്താൽ നിത്യമായിട്ടത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് മുതൽക്കൂട്ടായിരിക്കും. വാസ്തവമായിട്ടും നിങ്ങൾക്ക് നന്മ ചെയ്യും പ്രാർത്ഥിക്കുന്ന യോഗ്യരാർക്ക് ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കത് നിങ്ങൾ ചെയ്തു തന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നിത്യതയിൽ ആമേ സ്തോത്രം അനേകം പ്രതിഫലം ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യുമ്പോൾ സ്തോത്രം. നിങ്ങൾ പോകാത്ത മേഖല ഞങ്ങൾ കടന്നു ചെന്ന് നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിച്ചയച്ചാൽ, സാമ്പത്തികം നിങ്ങൾ അയച്ചാൽ, ഒരു മാസം 5-6 സ്ഥലത്ത് ഞങ്ങൾ ഒരു സ്ഥലത്തെങ്കിലും നടത്തുവാനുള്ള ഒരു പൈസ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിശ്ചയമായിട്ടും അനേകം ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ കാണാത്ത എനിക്കും എൻ്റെ കൂടെയുള്ള ഗ്രൂപ്പിനും ഇത് കഴിയുന്നതാണ്. സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ അവസ്ഥകൾക്കൊക്കെ ഒരു ഭേദം വരുത്തി ദൈവനാമം മഹത്വപ്പെടണം. എല്ലാത്തിനും നന്ദി. അന്ധതയ്ക്കും അനവധിയായ ജീവിത പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിലും നാളുകൾ എന്തെന്നറിയാതെ ക്രിസ്തു വിശ്വാസത്തിൽ ജീവിതം തുടരുകയാണ് ഡേവിഡ് എബ്രഹാമും ഭാര്യ ലതയും. ദൈവം തങ്ങൾക്ക് നൽകിയ പ്രത്യേക ദർശനമായ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ലഹരി വിരുദ്ധ സുവിശേഷ യാത്രകളും സംഘടിപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വയലുകളിൽ അനുദിന ജീവിതം തുടരുന്ന ഡേവിഡ് എബ്രഹാമിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.